കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 1,60,50,000 രൂപ പിഴയും ശിക്ഷിച്ചു. ഉമേഷ്, ഉദയൻ എന്നിവർക്ക് തിരുവനന്തപുരം 1-ാം ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികളായ ഉമേഷും ഉദയകുമാറും ടൂറിസ്റ്റ് ഗൈഡെന്ന വ്യാജേന ലഹരിമരുന്ന് നൽകാമെന്ന് പറഞ്ഞ് വിദേശ വനിതയെ കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കിയത്. പ്രതികൾ മാത്രമെത്തുന്ന ഒറ്റപ്പെട്ട സ്ഥലത്ത് യുവതിയെ എത്തിച്ചത് ഉദയനും ഉമേഷുമാണെന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊലപാതകം, ബലാത്സംഗം, ലഹരിവസ്തു ഉപയോഗം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിലാണ് ശിക്ഷ വിധിച്ചത്. സംതൃപ്തിയുള്ള വിധിയെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നിലധികം സാഹചര്യങ്ങൾ, അത് വധശിക്ഷ നൽകേണ്ട റയറസ്റ്റ് ഓഫ് ദി റയറിൽ വരുന്ന കേസുകളിൽ ഒന്നിലധികം സാഹചര്യങ്ങൾ ഈ കേസിലുണ്ടായിരുന്നു. 100%. വിധിയിൽ സന്തോഷമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. പ്രതികൾ കോടതിയിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ ഇൻഡെപ്തായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കോടതി മുമ്പാകെ ചാർജ് ഷീറ്റ് ഹാജരാക്കിയത്. ഈ വിധിയിൽ, ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധിയിൽ വളരെയധികം സന്തോഷം. വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബവും വ്യക്തമാക്കി. Thank you to all the people who made the justice for my sister possible. How do I feel? I feel relieved. I feel peace. That it's all have ended and that things are put right. അതിനിടെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് നാടകീയ സംഭവങ്ങളാണ് കോടതി മുറിയിൽ അരങ്ങേറിയത്. തങ്ങൾക്ക് നുണപരിശോധന നടത്താൻ തയ്യാറാകണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു യോഗാധ്യാപകൻ ഓടിപ്പോകുന്നത് കണ്ടിരുന്നു. ഇയാൾക്ക് പല ഭാഷകളും അറിയാം. ഇയാളെക്കുറിച്ച് അന്വേഷിക്കണം. കൊല്ലപ്പെട്ട യുവതിയുടെ മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച മുടി വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കണമെന്നും പ്രതികൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട കോടതി ഇതിനു പിന്നാലെ വിധി പ്രസ്താവിക്കുകയായിരുന്നു. ഏറെ നിർണായകമായ കേസിൽ പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാൻ സുമേഷിനൊപ്പം ജോയ്സ് ഡാനിയൽ, യോഗനാഥൻ ന്യൂസ്.